ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 55 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 56-ാമത്തെ ശ്ലോകം നോക്കാം. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മൽപ്രസാദവാപ്നോതി ശാശ്വതം പദമവ്യയം. സദാ എല്ലായ്പ്പോഴും, സർവകർമാണി എല്ലാവിധ കർമ്മങ്ങളും, കുർവാണ അപി ചെയ്തുകൊണ്ടിരുന്നാലും, മദ്വ്യപാശ്രയഃ എന്നെ ആശ്രയിക്കുന്നവൻ, മൽപ്രസാദാൽ എൻ്റെ പ്രസാദം കൊണ്ട്, എൻ്റെ കാരുണ്യം കൊണ്ട്, ശാശ്വതവും അവ്യയം മാറ്റമില്ലാത്തതുമായ പദത്തെ അഥവാ സ്ഥാനത്തെ അവാപ്നോതി പ്രാപിക്കുന്നു. എല്ലായ്പ്പോഴും എല്ലാവിധ കർമ്മങ്ങളും അഥവാ ഏതുവിധ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നാലും എന്നെ ആശ്രയിക്കുന്നവൻ, അതായത് എൻ്റെ ഭക്തൻ, സകലതും എന്നിൽ അർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവൻ, എൻ്റെ കാരുണ്യം കൊണ്ട്, എൻ്റെ പ്രസാദം കൊണ്ട് ശാശ്വതവും മാറ്റമില്ലാത്തതുമായ പദത്തെ അഥവാ സ്ഥാനത്തെ, അതായത് മുക്തിയെ പ്രാപിക്കുന്നു. യോഗിയായവൻ, യോഗയുക്തനായവൻ എല്ലായ്പ്പോഴും നിത്യനൈമിത്തിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയെല്ലാം ഭഗവതർപ്പണമായി ചെയ്യുന്നത് കൊണ്ട് അവയൊന്നും അയാൾക്ക് ബന്ധകാരണമാകുന്നില്ല. കാരണം അയാൾ ഏത് കർമ്മത്തിൽ ഏർപ്പെട്ടാലും ആ കർമ്മങ്ങളെല്ലാം ഈശ്വരപൂജയായാണ് ചെയ്യുന്നത്, ഭഗവാനിൽ അർപ്പിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അയാൾ യോഗയുക്തനാകുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ അഥവാ കാരുണ്യത്താൽ അവൻ അനായാസമായി ശാശ്വതവും അവ്യയവുമായ നിത്യവുമായ പരമപദത്തെ പ്രാപിക്കുന്നു, മുക്തിയെ പ്രാപിക്കുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. ശുദ്ധ മനസ്സോടുകൂടി അവനവനിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ, അവ ഏതു തരത്തിലുള്ള കർമ്മങ്ങളുമായിട്ട് അവനവനിൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ, സ്വാർത്ഥചിന്തയോ ഫലകാംക്ഷയോ മമത്വചിന്തയോ കൂടാതെ ഈശ്വരാർപ്പണമായി കരുതി ചെയ്യുമ്പോൾ അവ ഈശ്വര പൂജയായി മാറുന്നു. അവ അതുകൊണ്ട് തന്നെ ബന്ധകാരണമാകുന്നില്ല. അതിൻ്റെ കർമ്മഫലങ്ങൾ അയാളെ പിന്തുടരുന്നില്ല എന്നർത്ഥം. അവനിൽ ഭഗവത് പ്രസാദമുണ്ടാവുകയും ശാശ്വതമായ പരമപദത്തെ പ്രാപിക്കുവാൻ ഇടവരികയും ചെയ്യുന്നു. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുന, ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക നിൻ്റെ ധർമ്മമാണ്, അത് നിൻ്റെ നിയോഗമാണ്. മറ്റൊരു ചിന്തയും കൂടാതെ ഈശ്വര നിയോഗമെന്ന് കരുതി നീ നിൻ്റെ കർമ്മങ്ങൾ ചെയ്യുക മാത്രമാണ് നിൻ്റെ കർത്തവ്യം. നിൻ്റെ ശരീരമാണ് കർമ്മം ചെയ്യുന്നത്, ആത്മാവല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലങ്ങളൊന്നും നിന്നെ ബാധിക്കുകയുമില്ല. അതോർത്ത് നീ വ്യവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നീ നിൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോഴാണ് നിന്നിൽ എൻ്റെ പ്രസാദമുണ്ടാവുക. അത് നിനക്ക് ശ്രേയസ്സിനെ മാത്രമേ നൽകുകയുള്ളൂ. ഇതാണ് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.